സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിനിടയിൽ ലൂക്കയ്ക്ക് തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശനെ നഷ്ടപ്പെടും. പിതാവ് യുദ്ധത്തിനായി പുറപ്പെട്ടു. സദാറിലെ മലയോര ഗ്രാമങ്ങളിലേക്കും യുദ്ധഭീതി പടർന്നിരിക്കുകയാണ്. കുഞ്ഞു ലൂക്കയ്ക്കും കുടുംബത്തിനും വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. തന്റെ സ്വപ്ന വീട് തകർക്കപ്പെട്ടു. ഓർമ്മ ഉറയ്ക്കും മുമ്പ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് തന്റെ അമ്മയുടെ കൈയും പിടിച്ച് ലൂക്ക എത്തി. മുറിക്ക് പുറത്ത് പതിക്കുന്ന ഷെല്ലിന്റെ ശബ്ദം കുഞ്ഞു ലൂക്കയെ നിരന്തരം വേട്ടയാടി. യുദ്ധത്തിനിടയിലെ ജീവിതം വളരെ ദൈർഘ്യം ഉള്ളതായി അവൻ അനുഭവപ്പെട്ടു. യുദ്ധത്തിന്റെ ഭീതിയെയും മുത്തശ്ശന്റെ ഓർമ്മയെയും മറക്കാൻ പന്ത് തട്ടി തുടങ്ങി ലൂക്ക. അഭയാർത്ഥി ക്യാമ്പിന് മുന്നിലെ പാർക്കിംഗ് ആയിരുന്നു ആദ്യ കളിസ്ഥലം. അന്ന് ലൂക്കയുടെ കാതിൽ നിറഞ്ഞ ഭീതിയുടെ ശബ്ദങ്ങൾ പിന്നീട് പരിവർത്തനപ്പെട്ട് കയ്യടികളും ആക്രോശവുമായി മാറി.